ഹായ് ഡിയേഴ്സ്. അപ്പോൾ നാളെ ന്യൂ ഇയർ ഒക്കെയാണ്. കുറേ നാളായിട്ട് പെൻഡിങ്ങിൽ വെച്ചിരിക്കുന്നൊരു കാര്യമാണ് നമ്മുടെ വിഷൻ ബോർഡും പിന്നെ ഈ ഡെസ്ക് മേക്ക് ഓവറും ഒക്കെ. മേക്ക് ഓവർ എന്ന് പറയുമ്പോൾ അധികമായിട്ടൊന്നുമില്ല, ചെറിയ ചെറിയ ചില വേരിയേഷൻസ് ഒക്കെ ഉണ്ടാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഡെസ്ക് മേക്ക് ഓവർ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് കുറച്ച് നാളായി. അതായത് ഫസ്റ്റ് മേക്ക് ഓവർ അത് ക്രിസ്മസിൻ്റെ തിരക്കിൽ ഇടാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ സെക്കൻഡ് മേക്ക് ഓവർ ആയിട്ടാണ് രണ്ടും കൂടെ ചേർത്തിട്ട് ഈ വീഡിയോ ഇടുന്നത്. അതായത് ക്രിസ്മസിന് മുമ്പ് പേപ്പർ ഷീറ്റും മുകളിൽ പ്ലാസ്റ്റിക് ഷീറ്റൊക്കെ വെച്ചിട്ടായിരുന്നു നമ്മൾ വൈറ്റ് ടേബിൾ ആക്കിയിട്ടുണ്ടായിരുന്നത്. അതൊക്കെ ഒന്ന് മാറ്റി ഒരു വാൾപേപ്പറൊക്കെ ആക്കിയത് ക്രിസ്മസിൻ്റെ ആ ഒരു സമയത്തായിരുന്നു. പക്ഷേ അത് വീഡിയോ ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട് ഒന്നുമില്ലായിരുന്നു. അതുകൊണ്ട് ആ ഒരു വീഡിയോയും ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വാൾപേപ്പറൊക്കെ ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി ആ ഭിത്തിയിൽ മോള് വരച്ച് വെച്ചിരിക്കുന്നത് കുറച്ച് കൂടുതലുണ്ട്. അതിലിപ്പോൾ പെയിൻ്റ് അടിക്കാമെന്ന് വെച്ചാൽ ഇപ്പോൾ നടക്കുന്ന കാര്യമല്ല. വീട്ടിൽ ഫുള്ള് പെയിൻ്റ് അടിക്കുന്ന കൂട്ടത്തിൽ മാത്രമേ അത് നടക്കുള്ളൂ. അപ്പോൾ അതൊന്ന് പെൻഡിങ് ലിസ്റ്റിൽ ഇരിക്കുന്നതുകൊണ്ട് തൽക്കാലത്തേക്കിന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അതുകൊണ്ട് നേരത്തെ ഞാൻ ഒട്ടിച്ചതുപോലുള്ള ചാർട്ട് പേപ്പറിൻ്റെ പീസസ് വെച്ചിട്ട് അതൊന്ന് കവർ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. പിന്നെ നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽ വെച്ചിട്ട് ഒരു കുഞ്ഞ് വിഷൻ ബോർഡും കൂടെ സെറ്റ് ആക്കുന്നുണ്ട്. ഇവിടെ ഷർട്ട് വാങ്ങിച്ചപ്പോൾ കിട്ടിയിട്ടുള്ള ഈ ഒരു കാർഡ് ബോർഡ് വെച്ചിട്ടാണ് നമ്മൾ വിഷൻ ബോർഡ് ആക്കുന്നത്. അതിനകത്ത് വൈറ്റ് പേപ്പർ വെച്ചിട്ട് ഒന്ന് പൊതിഞ്ഞ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നു. ഈ പൊതിഞ്ഞ പേപ്പറിൽ അത്യാവശ്യം ചുളുക്കൊക്കെ ഉള്ളതുകൊണ്ട് മോൾ വശത്ത് നമ്മൾ A4 ഷീറ്റ് വെച്ചിട്ട് അതിൻ്റെ സൈസിൽ ഒന്ന് ഒട്ടിച്ചിട്ട് ബാക്കി കട്ട് ചെയ്ത് കളയുന്നു. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ ടേപ്പ് ഒട്ടിക്കുന്നുണ്ട്. അതായത് ഈ വിഷൻ ബോർഡിൻ്റെ ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ആ ഒരു സ്റ്റിക്കേഴ്സ് അല്ലെങ്കിൽ ആ പ്രിൻ്റ് എടുത്ത പേപ്പേഴ്സൊക്കെ ഒന്ന് റിമൂവ് ചെയ്താൽ നമുക്കിതൊരു വൈറ്റ് ബോർഡായിട്ടോ എന്തിനു വേണമെങ്കിലും യൂസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ ടേപ്പ് ഒട്ടിച്ചിട്ടുള്ളത്. ഇനി ഇതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രിൻ്റ് എടുത്തിട്ടുള്ള പേപ്പറുകൾ ഒട്ടിക്കണം. അപ്പോൾ വിഷൻ ബോർഡ് ആയതുകൊണ്ട് എല്ലാം പിക്ചേഴ്സ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇത് കൂടാതെ നമ്മൾ വിഷൻ ബോർഡിന് വേണ്ടിയിട്ട് കുറച്ച് കോഡ്സ് എഴുതിയിട്ടുള്ള പോസ്റ്ററുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഇതിൻ്റെ കൂടെ വെക്കാമെന്ന് വിചാരിച്ചാൽ അത്രയ്ക്കുള്ള സ്പേസ് ഇല്ല. അപ്പോൾ നമുക്ക് ഈ പിക്ചേഴ്സ് തന്നെ ധാരാളം ഇത് ഒട്ടിച്ചു കൊടുക്കാം. ഈ ഒരു കോട്ട് എഴുതിയ പേപ്പേഴ്സ് നമുക്ക് വാൾ പോസ്റ്റേഴ്സും ആക്കാം എന്നാണ് കരുതുന്നത്. അപ്പോൾ ഈ പിക്ചേഴ്സ് എല്ലാം ഓരോന്നോരോന്നായിട്ട് നമുക്ക് ആ ബോർഡിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ പോളറോയിഡായിട്ടോ ഫോട്ടോസായിട്ടോ ഒന്നും അല്ല പ്രിൻ്റ് എടുത്തിരിക്കുന്നത്. ഈ ബോർഡിന് പറ്റിയ ഒരു സൈസിൽ A4 ഷീറ്റിൽ കളർ പ്രിൻ്റ് എടുത്തു. ഇനി അത് നമുക്ക് ഭിത്തിയിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ബോർഡ് നിറച്ച് പിക്ചേഴ്സ് തന്നെ ഉള്ളതുകൊണ്ട് കൂടുതൽ ഡെക്കറേഷനൊന്നും വേണ്ടാന്ന് കരുതി പിന്നെ ഒരു ചെറിയൊരു ബോ വെച്ച് കൊടുക്കുന്നുണ്ട്. ശരിക്കും അവിടെ 2 പിക്ചേഴ്സും കൂടെ ഒട്ടിക്കാനുണ്ടായിരുന്നു, അതിന് സ്പേസ് കിട്ടിയിരുന്നില്ല. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള വാൾ പോസ്റ്റേഴ്സൊക്കെ ഈ സൈഡിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ആ ബാലൻസ് വന്ന 2 പിക്ചേഴ്സും കൂടെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ശരിക്കും ഭിത്തിയെല്ലാം മോള് വരച്ചിട്ട് ആകെ കൊളമായിട്ടിരിക്കുകയാണ്. അത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് പെയിൻറ്റ് ചെയ്താലാണ് ശരിക്കൊരു ലുക്ക് കിട്ടുക. പക്ഷേ ഇപ്പോൾ നമുക്ക് നമ്മുടെ പരിപാടിയൊക്കെ ചെയ്യണമെങ്കിൽ ആ ഭിത്തി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. സോ അവിടെ വീണ്ടും പേപ്പർ ഒട്ടിച്ചിട്ട് നമ്മൾ ആ ബാക്കി വന്ന പിക്ചേഴ്സും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നു. ഇനി നമുക്ക് ഈ ടേബിളിൽ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. ഈ പ്ലാന്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. ആ കോർണറിൽ വെച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്റ്റോറേജ് ബോക്സ് ആണ്. അത് സെയിം വാൾപേപ്പർ വെച്ച് ഒട്ടിച്ചിട്ട് ഈ ടേബിളിൻ്റെ ഒരു പാർട്ടായിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചാനലൊന്ന് ചെക്ക് ചെയ്യുക. എത്ര അറേഞ്ച് ചെയ്തിട്ടും അങ്ങോട്ടൊരു തൃപ്തി കിട്ടുന്നില്ല. അതിനുശേഷം ഞാൻ വിചാരിച്ചു ആ പ്ലാൻസ് ആ ഒരു സംഭവത്തിൽ നിന്ന് മാറ്റിയിട്ട് അതൊരു ബുക്ക് ഷെൽഫ് പോലെ ആക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു പ്ലാൻസ് എടുത്ത് മാറ്റിയിട്ട് ബുക്ക് വെച്ച് അറേഞ്ച് ചെയ്ത് നോക്കി. പക്ഷേ അതും അങ്ങോട്ട് ശരിയാവുന്നില്ല. ശരിക്കും അത് ഈ പ്ലാൻസ് തന്നെ വരുന്നതാണ് നല്ലതെന്ന് തോന്നി. ഉള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് റീഅറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒരുപാട് ഡെക്കറേഷനൊക്കെ ചെയ്ത് കൊളാക്കണ്ടെന്ന് കരുതി. അപ്പോൾ വിഷൻ ബോർഡൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. എല്ലാവർക്കും നല്ലൊരു പുതുവർഷം തന്നെ ആയിരിക്കട്ടെ. ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.